നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനാണ് ഈ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നത്. ലിംഗസമത്വം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ദുരുപയോഗവും, സ്ത്രീകൾക്ക് തുല്യാവകാശം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിന്റെ മഹത്തായ ആഘോഷമാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും തുല്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അവർ എങ്ങനെ പോരാടുന്നു എന്നതിനെക്കുറിച്ചും സംസാരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. തൃത്താല ആലൂർ പൂരം കണ്ട് മടങ്ങുകയായിരുന്നവർ സഞ്ചരിച്ച ബൈക്ക് കാറിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. വട്ടംകുളം പരിയപുരം സ്വദേശി ഐക്കരവളപ്പിൽ സുരേഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 8:30 എടപ്പാൾ നീലിയാട് വെച്ചായിരുന്നു അപകടം. ആലൂർ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന സുരേഷ് ഓടിച്ചിരുന്ന ബൈക്കും എടപ്പാൾ ഭാഗത്തുനിന്ന് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ സുരേഷിനെ ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ഇരുചക്ര വാഹനം പൂർണ്ണമായും കാറിന്റെ മുൻവശം ഭാഗികമായും തകർന്നു. താലിശ്ശേരി മുക്കൂട്ടയിൽ നിയന്ത്രണം വിട്ട കാർ മുന്നറിയിപ്പ് ബോർഡ് ഇടിച്ചു തകർത്തു. കാർ തോട്ടിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ശനിയാഴ്ച രാവിലെ 8:30 അപകടം. ചങ്ങരംകുളം ഭാഗത്തു നിന്നും ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗെയിൽ പൈപ്പ് ലൈനിന്റെ മുന്നറിയിപ്പ് ബോർഡിൽ ഇടിച്ചു നിന്നതിനാലാണ് കാർ റോഡരികിലെ തോട്ടിലേക്ക് മറിയാതിരുന്നത്. കാർ യാത്രക്കാർ പരുക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ തോട്ടിലേക്ക് വീഴാറായി നിന്ന കാർ പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് നീക്കം ചെയ്തത്. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. തൃത്താല മേഴത്തൂരിൽ ടിപ്പർ ലോറിയും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. ശനിയാഴ്ച രാവിലെ 9:30 അപകടം. ആലൂർ ആലിക്കര സ്വദേശികളാണ് അപകടത്തിൽ പരിക്കേറ്റത്. തൃത്താല ഭാഗത്തേക്ക് വരികയായിരുന്ന ടോറസ് ലോറിയും കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തമ്മിൽ മേഴത്തൂർ സെന്ററിന് സമീപം കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണം കൂടുതൽ ശക്തിപ്പെടേണ്ടതുണ്ടെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഷൊർണൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. സ്ത്രീ സുരക്ഷ വേണ്ട രീതിയിൽ നടപ്പാക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. സ്ത്രീകൾ ഇന്നും ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവ പരിഹരിച്ചു മുന്നേറുവാൻ സ്ത്രീ സമൂഹത്തിന് സാധിക്കണം. ഒട്ടേറെ നേട്ടങ്ങൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അഭിനന്ദനാർഹമാണെന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക സൂചിപ്പിച്ചു. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ സൂചിപ്പിച്ചു. ഏത് വിഷയമായാലും സ്ത്രീകളെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത്. പല പ്രതിസന്ധികളും ഉണ്ടാകും. എന്നിരുന്നാലും സ്ത്രീകൾ കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നവരായി മാറണമെന്നും ജില്ലാ കളക്ടർ സൂചിപ്പിച്ചു. ജില്ലാ കുടുംബശ്രീ മിഷനും ഷൊർണൂർ നഗരസഭാ കുടുംബശ്രീയും സംയുക്തമായാണ് ഷൊർണൂർ വികാസ് തോട്ടത്തിൽ വെച്ച് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടിയായിരുന്നു ഷൊർണൂരിൽ നടന്നത്. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ ചന്ദ്രദാസ് മുഖ്യാതിഥിയായിരുന്നു. കെ എം ലക്ഷ്മണൻ, എസ് ജി മുകുന്ദൻ, വി സി സിന്ധു, പി എസ് രാജേഷ്, പി പി മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന ഓപ്പൺ ചർച്ചയിൽ അഡ്വക്കേറ്റ് പി എം ജയ, ഡോക്ടർ ലത ബൈജു, സി ആരതി, വി പ്രസീത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടുമുണ്ടയിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. വനിതാ കൂട്ടായ്മയുടെ പഞ്ചാരി മേളത്തോടെയായിരുന്നു പരിപാടികൾ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര മഹിളാ ദിനം ആചരിച്ചത്. മുതുതല ശ്രീലയം പഞ്ചാരമേളത്തോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പുരോഗമന കലാസാഹിത്യ സംസ്ഥാന കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ വൈസ് പ്രസിഡന്റുമായ പ്രൊഫസർ CP ചിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ പോരാട്ടം തുടരുകയാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത്. നമുക്ക് നേടിയെടുക്കാനുള്ളത് വളരെ വലുതാണ്. ലോകത്തെമ്പാടും തന്നെ സ്ത്രീകളുടെ മുന്നേറ്റം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. ആ സ്ത്രീകളുടെ മുന്നേറ്റത്തിലൂടെ മാത്രമേ മാനവ വിമോചനം പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ സർവദേശീയ മഹിളാ ദിനത്തിൽ നമുക്ക് ലോകത്തോട് പറയാനുള്ളത്, നമ്മളോട് തന്നെ പറയാനുള്ളത്. ലോകത്തെമ്പാടും തന്നെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. ലോക മുതലാളിത്തം യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഗാസയിൽ നടക്കുന്ന വലിയ പോരാട്ടം നമ്മൾ കാണുന്നു. ആ പോരാട്ടം താത്കാലികമായിട്ട് അതിന് ചെറിയ നിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മരിച്ചു വീണത് ആയിരക്കണക്കിനായ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നു. ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധവേറി ഈ ലോകത്തെമ്പാടും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവ് ബീനാർ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. തടവ് സിനിമയിലെ മികച്ച അഭിനയം കാഴ്ചവെച്ച അഭിനേത്രി MN അനിത, അധ്യാപക ലോകം അവാർഡ് ജേതാവ് സുധാ തെക്കേമഠം, ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള 2ാം സ്ഥാനം സ്വരാജ് ട്രോഫി നേടിയ വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, മികച്ച പ്രവർത്തനത്തിന് മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം നേടിയ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. സംഘടനാ രംഗത്ത് മുഖമാസികയായ സ്ത്രീശബ്ദ പ്രവർത്തനം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ 5 കമ്മിറ്റികൾക്കും അനുമോദനം നൽകി. ഏരിയ സെക്രട്ടറി ശ്രീജ, ഏരിയ ട്രഷറർ ആനന്ദവല്ലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. KSSPU പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KK ഗൗരി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർവ്വദേശീയ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന ദിനാചരണം KSSPU ജില്ലാ കമ്മിറ്റി അംഗം KK ഗൗരി ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും തുല്യതയ്ക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെ അതിനെ ആവേശപൂർവ്വം ഓർക്കുന്നതിലും, എന്നാൽ നമ്മൾ ഇത്രയൊക്കെ പോരാട്ടങ്ങൾ നടത്തിയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തി എത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ വീണ്ടും അത് തുടരുക തന്നെ വേണം. അപ്പൊ അതിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോഴത്തെ സാമൂഹ്യ അവസ്ഥ, ഇതിനൊക്കെ തന്നെ പറയുന്നതിനും വീണ്ടും നമ്മുടെ പോരാട്ടം തുടരണമെന്ന് വീണ്ടും ആഹ്വാനം ചെയ്യുന്നതിനും വേണ്ടിയാണ് നമ്മുടെ വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചു. 1975 ഐക്യരാഷ്ട്രസഭയുടെ മാർച്ച് 8 വനിതാ ദിനം ആചരിക്കണം എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത്. ഐക്യരാഷ്ട്രസഭ പറഞ്ഞ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ആഗോളതലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡിയാണ്. അപ്പൊ അവരാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവരിവിടെ സൂചിപ്പിച്ച പോലെ 1908 ഒക്കെ തന്നെ അതുമാതിരി തുണിമിൽ തൊഴിലാളികൾ അവിടെ അവര് ഇതിനു വേണ്ടിയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തുല്യവേതനം, വോട്ടവകാശത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1909 അമേരിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി ഇതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിട്ടുണ്ട്. M കമലം അധ്യക്ഷയായിരുന്നു. P ഉഷാദേവി, T ശാന്തകുമാരി, M രാജേന്ദ്രൻ, AS വിജയൻ, KM ഉണ്ണികൃഷ്ണൻ, PP അമ്മുക്കുട്ടി, M രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.
വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ നെഹ്റു യുവകേന്ദ്രയും തളി നെഹ്റു സ്മാരക വായനശാലയും ചേർന്ന് വനിതകളെ ആദരിക്കലും ഫിറ്റ്നസ് റണ്ണും നടത്തി. വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി സെക്കീന ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായി. യോഗ ഇൻസ്ട്രക്ടർ കവിതലക്ഷ്മി, സാഹിത്യകാരി K ചിത്രലേഖ എന്നിവരെ ആദരിച്ചു. വായനശാല സെക്രട്ടറി CK വിനോദ്, സിന്ധു ശ്രീകാന്ത്, ലൈബ്രറിയൻ C ഗീത എന്നിവർ സംസാരിച്ചു. ശേഷം ഫിറ്റ്നസ് റൺ നടത്തി. 79-ാം വയസ്സിൽ സംഗീതം അഭ്യസിച്ച ഏവർക്കും പ്രചോദനമാവുകയാണ് എടപ്പാൾ സ്വദേശിനിയായ അമ്മിണി വാസുദേവൻ. ജനിച്ചത് അടൂരിലാണെങ്കിലും ടീച്ചറിന്റെ കർമ്മരംഗം എടപ്പാളും പരിസര പ്രദേശങ്ങളിലുമാണ്. ആയിരത്തി 1972 അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഇവർ എടപ്പാളിനടുത്തുള്ള ഒതളൂർ GUP സ്കൂൾ, EMUP സ്കൂൾ എടപ്പാൾ, GHSS വേങ്ങര, GUPS പൈങ്കണ്ണൂർ, GLPS തുയ്യം, GLPS എടപ്പാൾ തുടങ്ങി നിരവധി വിദ്യാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഹിന്ദി ഒഴികെയുള്ള വിഷയങ്ങളിൽ ഇവർ അധ്യാപനം നടത്തി. നിരവധി ശിശുസമ്പത്തുള്ള ഈ മുൻ അധ്യാപികയ്ക്ക് മക്കളായ സുജനും ഉദയസാനുവും സംഗീത പഠനത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. കഴിഞ്ഞ 8 മാസമായി സംഗീതം അഭ്യസിക്കുന്ന അമ്മിണി വാസുദേവനെ സംഗീതം പഠിപ്പിക്കുന്നത് സംഗീതാധ്യാപകനായ മണികണ്ഠൻ മുതൂരാണ്. ചെറുപ്പം മുതലേ തനിക്ക് സംഗീതം പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് അമ്മിണി വാസുദേവൻ പറയുന്നു. എടപ്പാളിലെത്തിയ ശേഷം സംഗീതം അഭ്യസിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അതിന് തടസ്സമായി. 1999 മാർച്ചിലാണ് അമ്മിണി വാസുദേവൻ വിരമിച്ചത്. ഭർത്താവ് വാസുദേവൻ അധ്യാപകനായിരുന്നു. ഈ മുൻ അധ്യാപികയുടെ മക്കളും ചെറുമക്കളുമെല്ലാം സംഗീതം അഭ്യസിച്ചവരാണ്. കൊച്ചുമകൻ കീബോർഡ് വളരെ നന്നായി വായിക്കും. ഇതിനെല്ലാം പുറമെ അമ്മിണി വാസുദേവൻ നല്ലൊരു കർഷക കൂടിയാണ്. തന്റെ പുരയിടത്തിൽ നിരവധി തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. വിരമിക്കൽ എന്നത് ജീവിതത്തിൽ ഇല്ലെന്ന കാര്യമാണ് അമ്മിണി വാസുദേവൻ തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത്. പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് ടീച്ചർ തന്റെ സംഗീതാഭ്യാസം കൊണ്ട് തെളിയിക്കുകയാണ്. CCTV ന്യൂസ്. അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യവ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യശ്രാവ്യ കലയായ നാടകത്തെ വനിതാ വിമോചനത്തിനായി തെരഞ്ഞെടുത്ത് വനിതാ ദിനത്തിലും അതിനായി ശ്രമിക്കുകയാണ് ആറങ്ങോട്ടുകര ഗീത ജോസഫ്. പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ മകളും ചലച്ചിത്ര സംവിധായകൻ MG ശശിയുടെ ഭാര്യയുമാണ് ഗീത ജോസഫ്. ഗ്രാമാന്തരങ്ങൾ തോറും ഉണർന്നിരുന്ന കലാസമിതികൾ നാടകമാധ്യമത്തെ ജനകീയവും മൂല്യവത്തുമാക്കിയപ്പോൾ അത് പൊതുസമൂഹത്തിലെ പല പ്രശ്നങ്ങളും തുറന്നുകാട്ടുന്ന വേദിയായി മാറി. ഗീത ജോസഫും അങ്ങനെ നാടകങ്ങളിലൂടെ പൊതുസമൂഹത്തോട് സംസാരിക്കുകയാണ്. ചെറുപ്പം മുതൽ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഗീതയ്ക്ക് കോളേജ് കാലഘട്ടമാണ് തന്നിലെ സ്ത്രീബോധത്തെ ഉണർത്താനുള്ള പ്രചോദനമായത്. കോളേജിൽ ആൺകുട്ടികൾ പല പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും സമരം നടത്തുന്നതുമെല്ലാം കണ്ട ഗീതയും പിന്നീട് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും ഇടപെടുകയും പെൺകുട്ടികൾ മാത്രമായി ചേർന്ന് സമരം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അതെല്ലാം വലിയ ചർച്ചയുമായി. പഠനം കഴിഞ്ഞ് അധ്യാപന ജോലിയിൽ പ്രവേശിച്ചപ്പോഴും സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളിൽ പൊതുസമൂഹവുമായി സംവദിക്കാനുള്ള തീ മനസ്സിൽ കത്തി. നാടകങ്ങളാണ് അതിന് അനുയോജ്യമായ മാധ്യമം എന്ന തിരിച്ചറിവിലൂടെ നാടകരംഗത്ത് പ്രവേശിച്ചു. 1985 കാലഘട്ടം മുതൽ ചെറിയ രീതിയിൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. അരങ്ങിനെയും അണിയറയെയും സ്പർശിച്ച നാടകങ്ങളിലൂടെ മലയാളികളുടെ പൊതുബോധത്തെയും അഭിരുചികളെയും ഭാവുകത്വത്തെയും സ്വാധീനിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് ഗീത ജോസഫ് പറയുന്നു. നാടകത്തിനെ എത്രമാത്രം നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഒരു മാധ്യമമായിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ പെൺകുട്ടികളുടെ ഒരു സംഘത്തിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു തെരുവിൽ എങ്ങനെ വളരെ ശക്തമായിട്ട് നാടകം അവതരിപ്പിക്കാൻ പറ്റുമെന്നും തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ഇത്രയൊക്കെ നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലൂടെ കേരളം കടന്നുപോയി ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങളുണ്ടായി. എങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും നമുക്ക് പഴയ കാര്യങ്ങൾ തന്നെ പറയേണ്ടി വരുന്നു എന്നുള്ളത് ദുരവസ്ഥയാണ്. ഇതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നേ പറ്റൂ. സ്ത്രീധനത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ സന്ദേശം നൽകുന്ന മാനുഷി എന്ന തെരുവ് നാടകമാണ് ആദ്യം ചെയ്തത്. തുടർന്നിങ്ങോട്ട് 25ഓളം നാടകങ്ങളിൽ
മികച്ച കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള നാടകങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും സ്ത്രീപക്ഷ ചിന്തകൾക്കും സ്ത്രീ ഉന്നമനത്തിനും വേണ്ടി അവതരിപ്പിച്ച മാനുഷി, തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എന്ന നാടകങ്ങൾ ജനശ്രദ്ധ പിടിച്ചുപറ്റി. 48 ഈ തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്ത സ്ത്രീകൾ എല്ലാവരും കൂടി ഒരുമിച്ച് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നൊരു നാടകം ചെയ്തു. ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സ്ത്രീകളാണ്. അതിൽ പുരുഷന്മാരുടെ വേഷങ്ങളടക്കം എല്ലാ വേഷങ്ങളും ചെയ്തത് സ്ത്രീകളാണ്. 10 വേദിക്ക് ശേഷം ഈ നാടകം നിർത്തപ്പെട്ടു. അപ്പം അതിൽ കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണമുണ്ട് സമൂഹത്തിൻ്റെ. സ്ത്രീകൾ മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു മനോഭാവം ഇപ്പോഴും സമൂഹത്തിൽ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേച്ചൂർ നാടക മത്സരത്തിൽ അമ്മ സാറ ജോസഫിന്റെ രചനയിൽ ചെയ്ത ഭൂമി രാക്ഷസത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. ഉപ്പ്, ഭായൻ എന്നീ നാടകങ്ങളും നിരവധി വേദികളിൽ അവതരിപ്പിച്ചു. ഭായൻ എന്ന നാടകത്തിലെ അഭിനയത്തിലൂടെ ജില്ലാ പഞ്ചായത്തിന്റെയും ചെന്നൈയിൽ നടന്ന നാഷണൽ അവാർഡ് കോമ്പറ്റീഷനിൽ മികച്ച അഭിനേത്രിക്കുള്ള അവാർഡും ലഭിച്ചു. പല മേഖലകളിൽ ഏത് വർഗത്തിൽപ്പെട്ട സ്ത്രീകളായാലും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് വർഗേതരമായ പ്രശ്നമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സ്ത്രീകളുടെ തന്നെ മുൻകൈയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി നടത്തിയ എം ശിവശങ്കരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതുമാധവൻ അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രബാനു, ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് മാസ്റ്റർ, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം MK പ്രദീപ, താലൂക്ക് ലൈബ്രറി സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, പുരോഗമന കലാസാഹിത്യ സംഘം തൃത്താല ഏരിയ സെക്രട്ടറി K ജനാർദ്ദനൻ, പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട്, യൂത്ത് ലൈബ്രറി സെക്രട്ടറി K മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോഴുണ്ട് ശിവശങ്കര മാഷെ ഓർക്കുമ്പോൾ നിരുപാധികമായ ഒരു സ്നേഹം, ഒരു ദേശത്തിൻ്റെ കടപ്പാട്, ഒരു കാലത്തിൻ്റെ കടപ്പാട് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. മാഷോട് ഈ നാട് കടപ്പെട്ടിരിക്കുന്നു, ഈ പ്രദേശം കടപ്പെട്ടിരിക്കുന്നു, യൂത്ത് ലൈബ്രറി കടപ്പെട്ടിരിക്കുന്നു. കുട്ടികളോടൊപ്പം കഥ പറയാനും പാട്ടുപാടാനും ഒരു ഭള്ളുമില്ലാതെ എപ്പോഴും മാഷുണ്ടായിരുന്നു. മാഷ ക്ലാസ് മുറികളിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ മാഷ് കുട്ടികളായിട്ട് ഇടപഴകിക്കൊണ്ട് നടത്തിയിരുന്ന അനവധി ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. തിരുവേഗപ്പുറ മഹാക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. തൂതപ്പുഴയിൽ ആറാട്ടോടുകൂടിയായിരുന്നു സമാപനം. തിരുവേഗപ്പുറ മഹാക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ആറാട്ടോടുകൂടി സമാപനം. ശനിയാഴ്ച രാവിലെ തൂതപ്പുഴയിലെ ആറാട്ടുകടവിലേക്ക് ആറാട്ടെഴുന്നള്ളിപ്പും തുടർന്ന് തൂതപ്പുഴയിൽ ആറാട്ടും നടന്നു. ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ആറാട്ടെഴുന്നള്ളിപ്പ്. 100 കണക്കിന് ആളുകൾ ആറാട്ടിൽ പങ്കെടുത്തു. തുടർന്ന് പാണ്ടി പഞ്ചാരി മേളങ്ങളുടെ അകമ്പടിയോടെ ആറാട്ടുമടക്കവും നടന്നു. ഉത്സവം, കൊടിയിറക്കൽ, 25 കലശം, ശ്രീഭൂതബലിയുടെ സമാപനം എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടത്തി വന്നിരുന്നു. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് മന ശങ്കരുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
വനിതാ ദിനത്തോടനുബന്ധിച്ച് വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷയായി. ലിംഗസമത്വം എന്ന വിഷയത്തിൽ കില ട്രെയിനിംഗ് കോർഡിനേറ്റർ RI റസ്മിയയും ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർ ET രാജേഷും ക്ലാസ് എടുത്തു. പഞ്ചായത്തിൽ വ്യത്യസ്ത മേഖലയിൽ മികവ് തെളിയിച്ച വനിതകളായ ചിത്രലേഖ, പ്രിയ രവീന്ദ്രൻ, ഇൻസ്പയർ അവാർഡിന് അർഹയായ AP ഗോപികയെയും ചടങ്ങിൽ ആദരിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ VK പുഷ്പ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, പഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, TM വാത്തുകുട്ടി, K ജിഷ എന്നിവർ സംസാരിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്തും ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, P സക്കീന, TM വാത്തുകുട്ടി, K ജിഷ എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ബിന്ദു P ഭാസ്കർ സ്വാഗതവും യോഗ ട്രെയിനർ കവിത ലക്ഷ്മി നന്ദിയും പറഞ്ഞു. വല്ലപ്പുഴ വിവേകാനന്ദ ലൈബ്രറിയിൽ വനിതാ ദിനാഘോഷം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഹേമ പ്രദീപ് അധ്യക്ഷയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ജെൻഡർ വിഷയസമിതി കൺവീനർ NM ഗീത ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ ലഹരിക്കെതിരെ വനിതാ കവചം എന്ന സന്ദേശം പകർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ലൈബ്രറിയൻ MP രവി, ബാലവേദി കോർഡിനേറ്റർ ശ്രീദേവി ടീച്ചർ, ബാലവേദി സെക്രട്ടറി ചൈതന്യ, സീനിയർ സിറ്റിസൺ ഫോറം അംഗം സരോജിനി അമ്മ എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.